ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാം. നമ്മളങ്ങനെ ശ്രവിക്കുന്ന ഓരോ വചനത്തിനെയാണ് റേമവചനങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ റേമവചനത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചുരുങ്ങാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി അങ്ങേ കൂടുതൽ അടുത്തറിയുമ്പോൾ അനുസരണം ഞങ്ങൾക്ക് ഒരു സന്തോഷപരമായ കാര്യമാണെന്ന് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അനുസരിക്കുക എന്നുള്ളതാണ് അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി തരണമേ. വചനത്തിലൂടെ ഞങ്ങൾ നയിക്കണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വചനത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങളിൽ വചനം നിറയാൻ അമ്മ നിരന്തരം അപേക്ഷിക്കണമേ. അപ്പം നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്തിയ വചനം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. നമ്മളത് ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം കണ്ടെത്തുന്നത്. റോമൻസ് 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യം. വെളിപ്പെടാനിരിക്കുന്ന മഹത്വം എന്നാണ് ഹെഡിങ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അതിന് ശേഷമുള്ള 2 വാക്യം കൂടി വായിക്കാം. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭിഷ്ടപ്രകാരം. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും വിട്ടുനോവ് അനുഭവിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ഇപ്പോൾ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കഷ്ടതകളും അത് നമുക്ക് കിട്ടുന്ന ആ വലിയ നന്മയെ തുലനം ചെയ്യുമ്പോൾ ഇതൊരു കഷ്ടപ്പാടുമല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു വെളിപാട്. അപ്പോൾ നമ്മൾ എന്താണ് കഷ്ടപ്പാട് എന്ന വാക്കിന് നമ്മൾ കൊടുക്കുന്ന ആ അളവുകോല് അതൊന്നുമല്ല. കാരണം അത്രയും വലിയൊരു മഹത്വത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ ഇപ്പം നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ കൈവരിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഒന്നുമല്ലാതായി മാറും. എല്ലാവർക്കും അങ്ങനെ ആകട്ടെ. ആമേൻ.